ഹായ് ഫ്രണ്ട്സ്, ക്യൂൻസ് വ്ലോഗിൽ ഇന്നത്തെ റെസിപ്പി ഇരുമ്പുളി അച്ചാർ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായി ഇരുമ്പുളി നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചെറുതായി അരിഞ്ഞെടുക്കാം. ഈ രീതിയിൽ അരിഞ്ഞെടുക്കണം. ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായതിനു ശേഷം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. നല്ലെണ്ണയും എടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വന്നതിന് ശേഷം 3 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിലെ വെള്ളമെല്ലാം വറ്റി ഒന്ന് കട്ടിയായി വരുമ്പോൾ നമുക്ക് ഇരുമ്പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സുർക്കയൊന്നും ചേർക്കുന്നില്ല. സുർക്കയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇരുമ്പുളി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഇരുമ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.